ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരുപാട് സംശയങ്ങളാണ് കേട്ടോ. വേറൊന്നല്ല, നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഫ്യൂച്ചർ കംപ്ലീറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പാസ്റ്റ്, അതുപോലെ പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഇങ്ങനെ 3 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷേ അത് സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഡിസ്കസ് ചെയ്യാത്തത്. കാരണം നമ്മളിപ്പോൾ ഏതൊരു വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സെൻറ്റൻസ് ആണെങ്കിലും നമുക്കറിയാം, നമ്മൾ ഓക്സിലറീസിൻ്റെ കൂടെ നമ്മൾ നോട്ട് ആഡ് ചെയ്യുന്നു, അതിനെ ഫസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ക്വസ്റ്റ്യൻ ആകുന്നു, അതുപോലെ നോട്ട് ആഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നെഗറ്റീവ് ആകുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. ആദ്യമേ പറയട്ടെ, നമ്മുടെ ഫ്യൂച്ചർ ടെൻസിൽ തന്നെ ഒരുപാട് അങ്ങോട്ട് നമ്മൾ ഗ്രാമർ ബേസ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നെഗറ്റീവ് വരുന്ന സമയത്ത് വില്ലിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക, ചില സിറ്റുവേഷനിൽ ഡോണ്ട് യൂസ് ചെയ്തുകൊണ്ട് പറയാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് പിന്നെ അതുപോലെ വില്ല്, വിൽ ബി, വിൽ ഹാവ് ഇവയിലൊന്നും അധികം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. അത് ഓരോ സിറ്റുവേഷനിൽ ഗ്രാമർ ബേസ് ചെയ്തുകൊണ്ട് പറയുന്ന സിറ്റുവേഷനിൽ മാത്രമേ നമുക്കവിടെ ഗ്രാമർ നോക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത സിറ്റുവേഷനിലൊക്കെ വില്ലും, വിൽ ബിയും, വിൽ ഹാവും ഒക്കെ ഒരുപോലെ തന്നെയാണ് മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബർക്ക് ഒരുപാട് സംശയങ്ങളാണ് വന്നിട്ടുള്ളത്. കാരണം വിൽ ബി വരുമ്പം ഇങ്ങനെയാണോ, വില്ല് വരുമ്പം ഇങ്ങനെയാണോ എന്നൊക്കെയാണോ ചോദിക്കുന്നത്. പക്ഷേ അതിൽ ഒരുപാട് അങ്ങോട്ട് ബുദ്ധിമുട്ടായി ചിന്തിക്കേണ്ട. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനുള്ള ആ ഒരു ഇത് വരില്ല. കാരണം നമ്മൾ സംസാരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇത് ഓർത്തിട്ടായിരിക്കും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്കൊന്നും കിട്ടില്ല. പക്ഷെ നമ്മൾ എന്താണോ പഠിച്ചപ്പോൾ വില്ല് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് സെൻറ്റൻസ് പറയാൻ കിട്ടുന്നതെങ്കിൽ, ഭാവിയിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ വില്ല് യൂസ് ചെയ്തുകൊണ്ട് പറയാം, അവിടെ തെറ്റൊന്നും വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം അവൻ നാളെ വരുമോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ അവൻ നാളെ വരുമോ, വിൽ ഹി കം ടുമോറോ, വിൽ ഹി കം ടുമോറോ, അവൻ നാളെ വരുമോ. ഓക്കെ, ഇത് ചോദിക്കുക. അവിടെ വിൽ ബി ആണോ വിൽ ഹാവ് ആണോ എന്നിങ്ങനെ ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസ് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത്, ഇനി ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഇപ്പം ഞാൻ വരും, ഐ വിൽ കം. ഞാൻ നാളെ വരും, ഐ വിൽ കം ടുമോറോ. ഇനി അവൻ നാളെ വരും, ഹി വിൽ കം ടുമോറോ. അവൻ നാളെ വരും. അവൻ നാളെ വരില്ല, ഹി വോണ്ട് കം ടുമോറോ. ഹി വോണ്ട് കം, അവിടെ വോണ്ട് എന്ന് പറയുന്നത് വിൽ നോട്ടാണ് അല്ലേ. ഹി വോണ്ട് കം ടുമോറോ, അവൻ നാളെ വരില്ല. അവൻ നാളെ വരില്ലേ എന്ന് ക്വസ്റ്റ്യൻ ആക്കുകയാണെങ്കിൽ വോണ്ട് ഹി കം ടുമോറോ, വോണ്ട് ഹി കം ടുമോറോ, അവൻ നാളെ വരില്ലേ. അവൻ നാളെ വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിലോ അവൻ നാളെ വരുമോ, വിൽ ഹി കം ടുമോറോ, അവൻ നാളെ വരുമോ. അപ്പോൾ ഇത് 4 ടൈപ്പിലും നമുക്ക് സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും അല്ലേ. സിമ്പിൾ ഫ്യൂച്ചർ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ വിൽ ബി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, വിൽ ബി യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് പല തരത്തിലാണ്. ഭാവിയിലെ ഒരു കാര്യം നമ്മൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം അവൾ ഭാവിയിൽ ഒരു ടീച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ അവൻ ഭാവിയിൽ ഒരു കളിക്കാരനായിരിക്കും, ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. ഈ സിറ്റുവേഷനിൽ നമ്മൾ ബി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ച സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് ഓർത്ത് വെച്ചുകൊണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം ഇപ്പം നമ്മൾ സ്ട്രക്ചർ എന്താണ്, സബ്ജക്റ്റ്, വിൽ ബി, അതുപോലെ വെർബ്, ING ഫോം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ പഠിച്ചത്. എന്നാൽ വിൽ ബിയെ നമ്മൾ വേറെ രീതിയിലും പറയാറുണ്ട്. അത് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളൊരു കാര്യം ഭാവിയിൽ ആയിരിക്കും, അവനങ്ങനെ ആയിരിക്കും, ഈ ആയിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആവുക എന്ന് പറയുന്ന ആ ഒരു വെർബാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആവുക എന്ന് പറയുന്ന ആ ഒരു മീനിങ്ങും നമുക്ക് ബിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആക്കിയിട്ടല്ല കൂട്ടുക. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് പറയാം, അവൾ ഭാവിയിൽ ടീച്ചർ ആയിരിക്കും എന്ന് പറയുകയാണെങ്കിൽ നമ്മളവിടെ ഷീ വിൽ ബി ദ ടീച്ചർ ഇൻ ദ ഫ്യൂച്ചർ, അവൾ ഭാവിയിൽ ഒരു ടീച്ചർ ആയിരിക്കും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ അവൻ ഡോക്ടർ ആയിരിക്കില്ല, അവൻ ഡോക്ടർ ആയിരിക്കില്ല, ഇങ്ങനെ നമ്മൾ ഗസ് ചെയ്ത് പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ ബി യൂസ് ചെയ്യും, വിൽ ബി യൂസ് ചെയ്യും അല്ലേ. അത് ഭാവിയിൽ ആയിരിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ ആയിരിക്കില്ല, അവൻ ഡോക്ടർ ആയിരിക്കില്ല. ഹി വോണ്ട് ബി ദ ഡോക്ടർ, ഹി വോണ്ട് ബി ദ ഡോക്ടർ.
ഇങ്ങനെ പറയാറുണ്ട്. മേ നോട്ടും ഇവിടെ യൂസ് ചെയ്യും കേട്ടോ, അത് വേറെ സിറ്റുവേഷന്. അപ്പോൾ ഇതാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ ചിലപ്പം ട്രാൻസ്ലേഷനൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പം അവൻ ഡോക്ടർ ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ രീതിയിൽ കാണുമ്പോൾ വിചാരിക്കും അവിടെ മേ നോട്ട് വരുന്നുണ്ടല്ലോ. മേ നോട്ട് വരാം, അതായത് നമ്മൾ ഗസ് ചെയ്ത് നമുക്കൊരു സംശയ രൂപത്തിൽ നമ്മൾ പറയുന്ന സിറ്റുവേഷനിൽ അവിടെ മേ നോട്ടും വരാം, വിൽ നോട്ടും വരാം. രണ്ടും സെയിം മീനിങ് ആണ്. പക്ഷേ അത് ഗ്രാമർ നോക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. അപ്പം നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സിറ്റുവേഷനിൽ മേ നോട്ടോ വിൽ നോട്ടോ എന്തും യൂസ് ചെയ്യാം. ബി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലാവുമ്പോഴാണ് നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയാം. അല്ലാതെ നമ്മളിപ്പം ഭാവിയിൽ ഒരു കാര്യം ആയിരിക്കും എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമ്മളവിടെ സ്ട്രക്ചർ അല്ല യൂസ് ചെയ്യുക. അവിടെ ചിലപ്പം വെർബ് ing ഫോമിലൊന്നും ഉണ്ടാകില്ല. ഓക്കെ, അവൻ ഡോക്ടർ ആയിരിക്കില്ല എന്ന് പറയുമ്പോഴെങ്ങനെയാ പറയുക? ഹി വോണ്ട് ബി the doctor. He won't be the doctor. അവൻ ഡോക്ടർ ആയിരിക്കില്ല. ഇവിടെ ആയിരിക്കില്ല, ആയിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബി യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, നല്ലൊരു കളിക്കുന്നൊരു ചെറിയൊരു കുട്ടിയെ കണ്ടിട്ട് നമ്മൾ ഗസ് ചെയ്ത് പറയാണ് ഒരു കാര്യം നമ്മൾ പ്രവചിക്കും, പ്രിഡിക്റ്റ് ചെയ്യും അല്ലേ. നമ്മളിങ്ങനെ പറയും അവൻ ഒരു കളിക്കാരനായിരിക്കും അല്ലേ, അവനൊരു കളിക്കാരനായിരിക്കും. ഇപ്പം നമ്മളെ മക്കളൊക്കെ നല്ല കളിയെ കുറിച്ച് മുൻപന്തിയിലാണെങ്കിൽ നമ്മൾ പറയാം അവൻ കളിക്കാരനായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഭാവിയിൽ അവൻ കളിക്കാരനായിരിക്കും ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് വിൽ ബി ആണ്. ഹി വിൽ ബി എ പ്ലെയർ. ഹി വിൽ ബി എ പ്ലെയർ. അവൻ ഒരു കളിക്കാരനായിരിക്കും. ഇതിന് നമ്മൾ വിൽ ബി യൂസ് ചെയ്യും. ഇവിടെ ഒന്നും നമ്മൾ സ്ട്രക്ചർ വരുന്നില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ്, അപ്പം ആയിരിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ വോണ്ട് ബി യൂസ് ചെയ്യുക. അവിടെ സംശയമൊന്നുമില്ല. നീ ആയിരിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവനൊരു കളിക്കാരനായിരിക്കുമോ എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിലോ നമ്മൾ ഓക്സിലറി ആയ വില്ല് ഫസ്റ്റ് വരും, സബ്ജക്റ്റ് രണ്ടാമത് വരും. വിൽ ഹി ബി എന്ന് തന്നെയാണ് പറയേണ്ടത് കേട്ടോ. വിൽ ഹി ബി എ പ്ലെയർ. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് നെഗറ്റീവിലോട്ട് വരികയാണെങ്കിൽ വോണ്ട് ഹി ബി എ പ്ലെയർ. അവിടെ വിൽ ബിനെ ഫസ്റ്റ് കൊണ്ടുവന്നിട്ടല്ല നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുക. ഫസ്റ്റ് നമ്മൾ വിൽ തന്നെയാണ് നെഗറ്റീവായാലും പോസിറ്റീവായാലും വരുന്നത്. അതിനുശേഷം സബ്ജക്റ്റ് വരുന്നു. അതിനുശേഷമാണ് നമ്മൾ ബി യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി ഒരു വസ്തു വാങ്ങുന്നതിനെ കുറിച്ചിട്ടാണ്. അവൾ ഫോൺ അടുത്ത ദിവസം വാങ്ങുകയായിരിക്കും അല്ലേ. അവൾ അടുത്ത ദിവസം ഫോൺ വാങ്ങുകയായിരിക്കും എന്ന് നമുക്ക് രണ്ട് രീതിയിലും പറയാം. അത് ഒരു നാളെ അവൾ ഫോൺ വാങ്ങുകയായിരിക്കും എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ ഗസ് ചെയ്ത് അങ്ങനെ പറയാറുണ്ട്. അപ്പം ഈ രണ്ട് രീതിക്കും വേണ്ടിയിട്ട് നമുക്ക് വിൽ ബി യൂസ് ചെയ്യാം. അവൾ ഫോൺ അടുത്ത ദിവസം വാങ്ങുകയായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ ഷീ വിൽ ബി ബൈ. അവിടെ നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്യാം. She will be buying the phone next day. She will be buying the phone next day. അവൾ അടുത്ത ദിവസം ഫോൺ വാങ്ങുകയായിരിക്കും. ഇതിന് നമുക്ക് സ്ട്രക്ചർ യൂസ് ചെയ്ത് പറയാം. നെക്സ്റ്റ്, ഞാൻ നാളെ ഈ സമയത്ത് ട്രെയിനിലായിരിക്കില്ല. ഇവിടെ നെഗറ്റീവ് ക്വസ്റ്റ്യനും എല്ലാം വരുന്നുണ്ട് കേട്ടോ. ആ വ്യക്തി ചോദിച്ച എല്ലാ കാര്യങ്ങളും ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നാളെ ഈ സമയത്ത് ട്രെയിനിലായിരിക്കില്ല എന്ന് നമ്മൾ പറയുകയാണ്. അവിടെ എങ്ങനെയാണ് പറയുക? ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. ഞാനാണ് സബ്ജക്റ്റ്. ഐ വോണ്ട് ബി. ഇവിടെ ക്വസ്റ്റ്യൻ അല്ലല്ലോ, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. സോ ഐ വോണ്ട് ബി ഇൻ ദ ട്രെയിൻ അറ്റ് ദിസ് ടൈം ടുമോറോ. ഐ വോണ്ട് ബി, ഞാൻ ആയിരിക്കില്ല ഇൻ ദ ട്രെയിനിൽ അറ്റ് ദിസ് ടൈം, ഈ സമയത്ത് നാളെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ടുമോറോ. അപ്പം നാളെ ഈ സമയത്ത് ഞാൻ ട്രെയിനിലായിരിക്കില്ല. ഐ വോണ്ട് ബി ഇൻ ദ ട്രെയിൻ അറ്റ് ദിസ് ടൈം ടുമോറോ. ക്ലിയർ ആണല്ലോ. ഇങ്ങനെ പറയാനാണ് നമ്മൾ വോണ്ട് ബി അല്ലെങ്കിൽ വിൽ ബി എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. ഇവിടെയൊന്നും നമ്മൾ സ്ട്രക്ചർ വന്നിട്ടില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വിൽ ബി അല്ലെങ്കിൽ വോണ്ട് ബി യൂസ് ചെയ്യാം. നെക്സ്റ്റ്, അവൻ നാളെ 12 മണിയോടെ കാറ് വാങ്ങിയിട്ടുണ്ടാകും. അവൻ നാളെ 12 മണിയോടെ കാറ് വാങ്ങിയിട്ടുണ്ടാകും. ഇവിടെ ഒരു വസ്തു വാങ്ങിയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വിൽ ഹാവ് യൂസ് ചെയ്യണം. ഹി വിൽ ഹാവ് ബോട്ട് ദ കാർ
at 12 PM. PM-ഓ AM-ഓ അത് നമുക്ക് ഉച്ചയ്ക്ക് രാവിലെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PM-ഉം AM-ഉം ഒക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ he will have bought the car. അവൻ കാർ വാങ്ങിയിട്ടുണ്ടാകും at 12 PM. നാളെ 12 മണിയോടെ. ഇവിടെ അറ്റ് യൂസ് ചെയ്തത് 12 മണിയോടെ എന്ന് പറയുമ്പോൾ 12 മണി എന്നുള്ള കൃത്യസമയമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അറ്റ് യൂസ് ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ 12 മണിക്കുള്ളിൽ അല്ലെങ്കിൽ 12 മണി ആകുമ്പോഴേക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബൈ ഇൻ എന്നൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ അറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് 12 മണിയോടെ വാങ്ങിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹി വിൽ ഹാവ് ബോട്ട് ദ കാർ 12 PM tomorrow. ഓക്കെ, 12 PM tomorrow അല്ലെങ്കിൽ 12 AM tomorrow എന്നുണ്ട് കേട്ടോ, നാളെ എന്നുണ്ടല്ലോ. ഇത് നമ്മൾ നെഗറ്റീവിൽ പറയുകയാണെങ്കിൽ അവൻ നാളെ 12 മണിയോടെ കാറ് വാങ്ങിയിട്ടുണ്ടാകില്ല എന്ന് പറയുകയാണെങ്കിലോ ഒന്നും ചെയ്യാനില്ല. He won't have bought the car at 12 PM tomorrow. ഇങ്ങനെ പറയാം. അത് ക്വസ്റ്റ്യൻ ആയി വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? won't he have എന്ന് പറയണം. ഓക്കെ, won't he have bought the car at 12 PM tomorrow. ഓക്കെ, ക്ലിയർ ആയല്ലോ. അവിടെ ഫസ്റ്റിൽ won't ആണ്, പിന്നെ നമ്മുടെ സബ്ജക്റ്റ്, അതിനുശേഷം ഹാവ്, അതിനുശേഷം വെർബ് യൂസ് ചെയ്യുക. bought at 12 PM tomorrow. ക്ലിയർ ആണല്ലോ. അങ്ങനെ തന്നെ പഠിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അവൻ അടുത്ത മാസം ഫോൺ വാങ്ങിയിട്ടുണ്ടാകുമോ? അവൻ അടുത്ത മാസം ഫോൺ വാങ്ങിയിട്ടുണ്ടാകുമോ? ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വസ്തു വാങ്ങിയിട്ടുണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കുക? അവിടെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വിൽ, അവൻ എന്നാണല്ലോ സബ്ജക്റ്റ്. വിൽ ഹി ഹാവ്, വിൽ ഹി ഹാവ്, ഉണ്ടാകുമോ എന്ന്. നേരത്തെ നമ്മൾ നെഗറ്റീവിൽ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പഠിച്ചതെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോസിറ്റീവിൽ ഉണ്ടാകുമോ എന്നാണ്. അപ്പം വിൽ ഹി ഹാവ് ബോട്ട്, വാങ്ങുക ബോട്ടാണ്. അപ്പം വിൽ പർച്ചേസ്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഫോണ് ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് പർച്ചേസ്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. വിൽ ഹി ഹാവ് ബോട്ട് ദ ഫോൺ നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം എന്നാണ്. അപ്പം വിൽ ഹി ഹാവ് ബോട്ട് ദ ഫോൺ നെക്സ്റ്റ് മന്ത്, അവൻ അടുത്ത മാസം ഫോൺ വാങ്ങിയിട്ടുണ്ടാകുമോ? അപ്പം നെഗറ്റീവ് ക്വസ്റ്റ്യന്, അതുപോലെ പോസിറ്റീവ് ക്വസ്റ്റ്യന്. ക്ലിയർ ആണല്ലോ. നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സിറ്റുവേഷനിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇവിടെ കൊടുക്കണ്ട. അതുകൊണ്ടാണ് ഞാനിത് അത്ര ഡീറ്റെയിൽ ആയിട്ട് അന്ന് നെഗറ്റീവ് ക്വസ്റ്റ്യനും ഒന്നും പറയാത്തത്. കാരണം നമ്മൾ വില്ല് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ പറയുക. ഇനി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആയിരിക്കും, അല്ലെങ്കിൽ ആയിരിക്കുമോ, അവനായിരിക്കുമോ, അവളായിരിക്കും എന്നുള്ള ആ ഒരു ഗസ് ചെയ്ത് പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ അധിക പക്ഷവും നമ്മൾ വിൽ ബി യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും, അവരിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും, അവർപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ മിക്കവാറും നമ്മൾ വിൽ ബി യൂസ് ചെയ്യുന്നത്. അല്ലാത്ത സിറ്റുവേഷനിലൊക്കെ നമുക്ക് വില്ല് യൂസ് ചെയ്തുകൊണ്ടും പറയാം. ഇനി വിൽ ഹാവ് യൂസ് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയിരിക്കും, അല്ലെങ്കിൽ വാങ്ങിയിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ വാങ്ങിയിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ വാങ്ങിയിട്ടുണ്ടാകില്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വിൽ ഹാവ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് ക്വസ്റ്റ്യൻ ആകുമ്പം നമ്മളെപ്പോഴും ഓക്സിലറി ആണ് ഫസ്റ്റ് കൊണ്ടുവരേണ്ടത്. അതിനുശേഷം അതിനാണ് നമ്മൾ നോട്ടും അതൊക്കെ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് വരുന്നു, പിന്നെ നമ്മൾ ഹാവ് ആണെങ്കിലും ബി ആണെങ്കിലൊക്കെ ആ സബ്ജക്റ്റിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ബിയുടെ കാര്യത്തിൽ നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വെർബ് ING ഫോം എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ചില സിറ്റുവേഷനിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവൻ ഭാവിയിൽ കളിക്കാരനായിരിക്കും, അവൻ ഭാവിയിൽ ടീച്ചറായിരിക്കും, ഇങ്ങനെയൊക്കെ പറയുമ്പം അവിടെ നമ്മൾ സ്ട്രക്ചർ വരില്ല. കാരണം ആയിരിക്കും എന്ന് പറയുമ്പം ഇപ്പോൾ അവന് ടീച്ചറായിരിക്കും എന്ന് പറയുമ്പോൾ ഹീ വിൽ ബി എ ടീച്ചർ അല്ലേ, ഇൻ ഫ്യൂച്ചർ എന്നൊക്കെ നമ്മൾ പറയുള്ളൂ. അല്ലാതെ നമ്മളുടെ സ്ട്രക്ചർ കൊണ്ടുവരാറില്ല. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഇതുപോലെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇവർ കമൻറ്റൊന്നും കേട്ടോ, പേഴ്സണലായിട്ട് ചോദിച്ചതാണ്. അപ്പോൾ എനിക്കത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അതൊരു നമുക്കിങ്ങനെ പേഴ്സണലായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.